പ്രമാണങ്ങൾ, പഠനവും സമീപനവും എന്നുള്ളതാണ്. ഹദിയത്തുള്ള സലഫി വിഷയം അവതരിപ്പിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഹൃദ്യമായി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രമാണങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് നമ്മോട് യാത്ര പറഞ്ഞത്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമ. രണ്ട് കാര്യം വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. അത് കിതാബ് അല്ലാഹി വസുന്നത്തി എന്ന്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചകന്റെ സുന്നത്തുമാണ്. ഈ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണമാകുന്ന ഹദീസിനും ഒരു വിശ്വാസി കൽപ്പിക്കേണ്ടത് തുല്യ പ്രാധാന്യമാണ്. അള്ളാഹു പറഞ്ഞു, അൻസൽനാ ഇലൈക ദിക്റ തുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഈ വർത്തമാനത്തെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്ക് താങ്കൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഖുർആനിനെ സംബന്ധിച്ച് തന്നെ അള്ളാഹു പറയുന്നു, ഇന്ന അലൈന ജംഅഹു വ ഖുർആന. ആ ഖുർആനിന്റെ ക്രോഡീകരണവും സുമ്മ ഇന്ന അലൈന ബയാന, ആ ഖുർആനിന്റെ വിശദീകരണവും അത് അള്ളാഹുവിൻ്റെ അടുത്താണ്, അള്ളാഹുവാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുബയ്യൻ ആകുന്ന വിവരിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നിടത്തോളം കാലം മുബയ്യിൻ ആകുന്ന സുന്നത്തും ഇവിടെ നിലനിൽക്കണം എന്നാണ്. അതുകൊണ്ട് മഹാന്മാർ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് വഹ്യുൻ ഗൈറു മത്ലൂ എന്നാണ്, പാരായണം ചെയ്യപ്പെടാത്ത വഹ്യ് എന്നാണ്. ഖുർആനിനെ പോലെ വഹ്യ് തന്നെയാണ് ഹദീസ്. കാരണം പ്രവാചകൻ പറയുന്നത് വമാ യന്തിഖു അനിൽ ഹവാ, ഹവക്കനുസരിച്ച് സ്വേച്ഛപ്രകാരം ഒന്നും തന്നെ പ്രവാചകൻ പറയുകയില്ല. ഇൻഹു ഇല്ലാ വഹ്യുൻ യൂഹാ, അത് പ്രവാചകന് ലഭിക്കപ്പെടുന്ന വഹ്യ് മാത്രമാണ്. അതുകൊണ്ട് വിവരിക്കപ്പെടുന്ന ആ ഗ്രന്ഥം ഏതെല്ലാം കാലഘട്ടത്തിൽ ഇവിടെ നിലനിൽക്കുന്നുവോ അത്രയും കാലഘട്ടം സുന്നത്ത് അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ദിക്റാകുന്ന ഖുർആൻ ഇറക്കിയത് ഞാനാണ്, ആ ഖുർആനിനെ നാം സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറയുമ്പോൾ ആ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കേണ്ട ഹദീസിന്റെയും സംരക്ഷണം അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. ഹദീസ് നാം മനസ്സിലാക്കാതിരുന്നാൽ ഒരുപാട് ഇബാദത്തുകളും അതിന്റെ രൂപവും അതുപോലെ തന്നെ മുആമലാത്തുകളും സകാത്ത് സദഖ തുടങ്ങിയ ഇതര രൂപങ്ങളും അതുപോലെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകും എന്നതാണ്. അതുകൊണ്ട് ഖുർആൻ മാത്രമേ അനുസരിക്കൂ, സുന്നത്ത് ഞാൻ സ്വീകരിക്കില്ല, ഹദീസുകൾ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റായി നാം മനസ്സിലാക്കണം. സൂറത്തുൻ നിസ, സൂറത്തുൻ നൂറിലെ ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും ശിക്ഷയുണ്ടാകുമെന്നാണ്. അവർക്ക് മാരകമായ ശിക്ഷകൾ സംഭവിക്കുന്നതും അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് സംഭവിക്കുന്നതും അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുന്നതും അവർ ഭയക്കട്ടെ എന്ന് സൂറത്തുന്നൂറിലെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പരിശുദ്ധ ഹദീസിനെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. നാം ഇന്ന് കണ്ട ഹദീസ് നിഷേധകന്റെ അന്ത്യം നമുക്കറിയാം. മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ ഒരാളെങ്കിലും എന്തെങ്കിലും അർത്ഥത്തിൽ പോലും അല്ലാഹുമ്മ ഗഫ്ർ ലഹു എന്ന് പറയാനൊരു അവസരം കൊടുക്കാത്ത ഒരന്ത്യം നമ്മുടെ മനസ്സിലുള്ളതാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹദീസിനെ നിഷേധിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ടാകും എന്നാണ്. മാത്രമല്ല ഖുർആനും ഹദീസും
അത് വ്യാഖ്യാനിക്കുന്ന വിഷയത്തിലും സലഫുകളുടേതായ സമീപനവും മാർഗവും നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ആയത്തോതി അത് നമുക്ക് തോന്നുന്ന രൂപത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ എല്ലാം ശരി എന്ന ഒരു തത്വത്തിലേക്കായിരിക്കും നമ്മൾ എത്തുക. മുജാഹിദ് പറയുന്നതും ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും ഖാദിയാനികൾ പറയുന്നതും തബ്ലീഗ് ജമാഅത്തുകാർ പറയുന്നതും ഷിയാക്കൾ പറയുന്നതും സുന്നികൾ പറയുന്നതും തമ്മിൽ വേർതിരിക്കാൻ ഈ അടുത്ത് നെറ്റിൽ സൈറ്റിൽ ഒരു ഷിയാ പണ്ഡിതന്റെ പ്രസംഗമാണ്. അദ്ദേഹം വാചാലമായി പ്രസംഗിക്കുന്നു. അല്ലാഹു അല്ല ഏതെങ്കിലും മഖ്ബറയുടെ മുന്നിൽ, ഉദാഹരണമായി ഷിയാക്കള് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറത്തിന്റെയും തല മറവ് ചെയ്തതിന്റെ അടുത്ത് സുജൂദ് ചെയ്യാത്ത ഒരുത്തൻ ദീനിൽ അവന്റെ സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഖബറിങ്ങൾ സുജൂദ് ചെയ്യാത്തവന് ദീനിൽ സ്ഥാനമില്ല. എന്നിട്ട് അദ്ദേഹം ഓതുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അല്ലാഹു പറയുന്നു, വദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ കവാടത്തിന്റെ അടുത്ത്, ഖബറിന്റെ കവാടത്തിന്റെ അടുത്ത് സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു പറയുമ്പോൾ ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യരുതേ എന്ന് പറയുന്നവര് പിഴച്ചുപോയവരാണെന്ന് ഖുർആൻ ഓതിക്കൊണ്ടാണ് ഒരു ഷിയാ പണ്ഡിതൻ തെളിയിക്കുന്നതെങ്കിൽ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു തആല നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അത് ആയിഷ ബീവിയാണ് ആ പശു കൊണ്ട് അർത്ഥമാക്കുന്നത്. തുയറന്ന ബാബിൽ എന്ന് പറയുന്നത് അത് പക്ഷികളല്ല, അവിടെ മുഅ്ജിസത്ത് പ്രകടമല്ല, ബാക്ടീരിയവും വൈറസും അയച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവരെ നശിപ്പിച്ചത് എന്ന് മറ്റൊരു വിഭാഗം അതിനെ വ്യാഖ്യാനിക്കുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും അസീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പ്രവാചകനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശേഷണമായ റഊഫ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനോട് നമുക്ക് റഊഫത്ത് ചോദിക്കാം, കരുണ ചോദിക്കാം. ആ പ്രവാചകനോട് നേരത്തെ സൂചിപ്പിച്ചു അള്ളാഹുവോട് നമ്മൾ റഹ്മത്ത് ചോദിക്കണം. പക്ഷേ ആ റഹ്മത്ത് പ്രവാചകനോട് ചോദിക്കാമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്കെങ്ങനെ സാധിക്കും? റഊഫ് എന്ന് 11 സ്ഥലത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, റഹീം എന്ന് 95 സ്ഥലത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, സമീഅ എന്ന് 43 സ്ഥലത്ത്, ബസീർ എന്ന് 36 സ്ഥലത്ത് അള്ളാഹുവിനെ വജഅൽനാഹു സമീഅൻ ബസീറ എന്ന്. സമീഅാണ് മനുഷ്യൻ, ബസീറാണ് മനുഷ്യൻ. അതുകൊണ്ട് സമീആയ ബസീറായ മനുഷ്യനോട് എന്തും ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ നേരത്തെ മേത്രയുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടു, സൃഷ്ടികൾ തന്നെ പരസ്പരം ചോദിക്കുന്നു. ഒരു വിഭാഗം വ്യാഖ്യാനിക്കുന്നു, സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ വിശേഷണമുള്ളത് കൊണ്ട് ആ സൃഷ്ടികളോട് നമുക്ക് അള്ളാഹുവോട് ചോദിക്കാനുള്ളത് മുഴുവനും ചോദിക്കാമെന്ന് പറയുമ്പോൾ അവരോട് മറുപടി പറയാൻ സഹാബത്ത് പരിശുദ്ധ ഖുർആനോട് സ്വീകരിച്ചിരുന്ന നിലപാട് കൈയൊഴിച്ചാൽ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാദിയാനി ഇവിടെ ഓതുന്നത് ഖുർആനാണ്, NDF-കാർക്ക് ഓതാനുള്ളത് ഖുർആനാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ സ്ഥാപനത്തിന് വേണ്ടി പാരായണം ചെയ്യാനുള്ളത് ഖുർആനാണ്. സലഫികളായ നമ്മളും പരിശുദ്ധ ഖുർആൻ ഓതുന്നു. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനാകുന്ന പ്രമാണത്തോട്, ഹദീസാകുന്ന പ്രമാണത്തോട് സലഫികളായ നമ്മൾ സ്വീകരിക്കുന്ന മാനദണ്ഡം ആ ഖുർആനിന്റെ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി കൊടുത്തുവോ അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നതാണ്. BJP-കാരൻ സുഹൃത്ത് പരിശുദ്ധ ഖുർആനിലെ 33ഓളം ആയത്തുകൾ തിരുത്തണമെന്ന് പ്രസംഗിക്കുമ്പോൾ അവനോട് മറുപടി പറയാൻ സലഫികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാഫിറുകളെ കണ്ടയിടത്ത് വെച്ച് വധിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടെങ്കിൽ അത് കാഫിറുകളെ വധിക്കാൻ വേണ്ടി പറഞ്ഞ ആയത്തല്ല, അങ്ങനെ സഹാബികൾ അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ സലഫികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിനെ പ്രമാണമാക്കി സ്വീകരിക്കുമ്പോൾ ആ പ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നതിലെ നിലപാട് സഹാബത്തിന്റെ നിലപാട് സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തുള്ള എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ സംഘടനകൾക്കും പാരായണം ചെയ്യാനുള്ളത് ഖുർആനാണ്. അവരുടെ എല്ലാ തോന്യാസത്തിനും വ്യാഖ്യാനിക്കാനുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയാണ്, പ്രവാചകന്റെ ഹദീസിനെയാണ്. ഉദാഹരണമായി ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ നീക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ദഅവത്ത് മാർഗത്ത് വരുന്ന, ദീനീ സംസ്ഥാപനത്തിന് വരുന്ന, ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വരുന്ന മുഴുവൻ പ്രയാസങ്ങളെയും നമുക്ക് തടുത്തു നീക്കാമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതെന്ന് ആ ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചാൽ ഉണ്ടാകുന്ന നമ്മുടെ രാജ്യത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് സലഫികളായ ആളുകൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം അല്ലാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ
അള്ളാഹു എങ്ങനെ പ്രവാചകൻ അറിയിച്ചു കൊടുത്തുവോ, പ്രവാചകൻ അത് സഹാബികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുവോ, അത് രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതില്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് നമുക്കറിയാം ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് പകരം ഖുർആനിന്റെ ആസ്വാദനം എഴുതുന്ന ആളുകളുണ്ട്. ഖുർആനിന്റെ കവിതാരൂപം കൊണ്ട് അതൊരു കവിതയാക്കി പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. ഖുർആൻ പദ്യാവിഷ്കാരം നടത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ഓട്ടം തുള്ളലാക്കുന്ന ഒരുത്തനുണ്ട്. സൂറത്ത് യൂസുഫ് ഓട്ടം തുള്ളലാക്കാൻ വേണ്ടി ഒരുത്തൻ തീരുമാനിച്ചിരിക്കുക, സംഗീതമാക്കി ഒരു മുസ്ലിം കുട്ടിയെ മക്കടിപ്പിച്ച് നമ്മുടെ നാട്ടിലാണ്. ശരിയല്ല എന്ന് പറയാൻ ഇവിടുത്തെ സലഫികൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഖുർആനിനോട് സഹാബികൾ സമീപിക്കുന്ന സമീപനമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാവുക. ഭൂരിപക്ഷം ചെയ്യുന്നു എന്നത് ഒരിക്കലും ഇസ്ലാമികമായി തെളിവല്ല. ഖുർആൻ പറഞ്ഞത് ഭൂമിയിലെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് നീ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ പിഴപ്പിച്ചു കളയുമെന്നാണ്. നോക്കൂ, പ്രമാണമില്ലാതെ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച സഹാബികൾക്ക് അടിയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മാനിച്ചത്. ഒരിക്കൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ഒരു സഹാബി നടന്നു പോവുകയാണ്. അദ്ദേഹം വളരെ വിനയത്തോടുകൂടെ തല താഴ്ത്തി അടങ്ങി ഒതുങ്ങി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഒരു അഭിനയിച്ച് നടക്കുന്നത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ വിനയാന്യതനായി നടക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്റെ ചാട്ടവാറ് കൊണ്ട് 2 അടി കൊടുത്ത് നേരെ നടക്കുക എന്നാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളോട് പറഞ്ഞത്. എന്താ കാരണം? പ്രമാണമില്ലാതെ അത് അങ്ങനെ നടക്കാൻ പറഞ്ഞതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ചത് മാത്രമേ ശരിയുള്ളൂ, നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നത് മാത്രമേ സ്വീകരിക്കൂ, ബുദ്ധിക്ക് താൽക്കാലികമായി ശരിയാണെന്ന് തോന്നുന്നത് മാത്രമേ സ്വീകരിക്കൂ എന്ന വാശിയും ഈ സമീപനത്തിൽ നമുക്ക് പാടില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയോ, ശാസ്ത്രം പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളാണ്. കണ്ടറിവ്, തൊട്ടറിവ്, അതുപോലെ തന്നെ മണത്തറിവ് തുടങ്ങിയ 5 അറിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ബുദ്ധിയെ അറിവിന്റെ മാനദണ്ഡമായി അതിൽ എണ്ണിയിട്ടില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഖുർആൻ ബുദ്ധി സാധിക്കും. വലഖദ് റഅനാ ജഹന്നം കസീറൻ മിനൽ കൊണ്ട് അല്ലാഹു പറയുന്നത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കേൾക്കുന്ന അറിവ് സത്യമാണോ എന്ന് വിവേചിച്ചറിയേണ്ടത് അല്ലാഹു തആല മനുഷ്യന് നൽകിയ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധിക്ക് പരിമിതികളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. കാണുന്നത് മുഴുവൻ ശരിയല്ല എന്നറിയാത്ത ഒരു ശാസ്ത്രജ്ഞനും ലോകത്ത് ജീവിച്ചിട്ടില്ല. നമുക്കറിയാം നമ്മൾ കാണുന്നത് മുഴുവൻ ശരിയാണോ? ഇന്നും നാം കാണുന്ന ചില നക്ഷത്രങ്ങൾ എന്നോ അസ്തമിച്ചു പോകുന്നതാണെന്ന് പോയതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. കണ്ണിന്റെ വളരെ അടുത്തുള്ളത് നമുക്ക് കാണാൻ സാധ്യമല്ല. കണ്ണിനോട് വളരെ വലുതായി കിടക്കുന്ന നമ്മുടെ ഭൂമി പോലെയുള്ളത് ശരിയായിട്ടല്ല നമ്മൾ കാണുന്നത് വിശ്വസിക്കാൻ നമ്മുടെ ബുദ്ധി സമ്മതിക്കുന്നില്ല. കേൾക്കുന്നത് മുഴുവൻ ശരിയല്ല. ചെവിയിൽ ഉറുമ്പ് കടന്നാലുണ്ടാകുന്ന ശബ്ദം അത് കേൾക്കുന്നവന് വലിയ ശബ്ദമായി തോന്നുമെങ്കിലും പുറമെ നിൽക്കുന്നവർക്ക് അത് അനുഭവപ്പെടാറില്ല. അവൻ കേൾക്കുന്ന ശബ്ദം അത് ശരിയായിട്ട് ആരും പരിഗണിക്കില്ല. രുചിച്ചറിയുന്നത് ശരിയല്ല. ജീരകവുമായി ജീരക സോഡക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ കുടിക്കുന്നവൻ വിചാരിക്കുന്നു അത് ജീരകമാണ് എന്ന്. ശാസ്ത്രം പറയുന്നത് അത് കെമിക്കലാണ്. ജീരക സോഡ ജീരകവുമായി ബന്ധമില്ല. അപ്പൊ മണത്തറിയുന്നതും കണ്ടറിയുന്നതും കേട്ടറിയുന്നതും ഒന്നും തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് സത്യമാണെന്ന് തോന്നിയാൽ പോലും അതൊരു സത്യമല്ല എന്ന് പലപ്പോഴും നാം അംഗീകരിക്കുന്നു. എന്നാൽ ബുദ്ധിക്കും അതുപോലെ തന്നെ സംഭവിക്കുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട്, ചെറിയ ബുദ്ധി കൊണ്ട്, കേവല ബുദ്ധി കൊണ്ട് നാം മനസ്സിലാക്കുന്ന കാര്യവും ഒരു പക്ഷേ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. എന്നാൽ കൂടുതൽ ചിന്തയും കൂടുതൽ പഠനവും നടത്തിയാൽ ഒരു പക്ഷേ അത് ശരിയായി നമുക്ക് ലഭിച്ചേക്കാം. ഒരു പക്ഷേ നമ്മുടെ ആയുസ്സിൽ അത് ലഭിച്ചില്ലെന്നും വരും. അതുകൊണ്ടാണ് ബുദ്ധിയെ അള്ളാഹു പരിഗണിച്ചതെങ്കിൽ ആ ബുദ്ധിയെ പരിഗണിക്കാൻ പറഞ്ഞ അള്ളാഹു തന്നെ പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നത് അവിടെ ബുദ്ധിയെ നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ്. കാരണം ബുദ്ധി അതിന്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വഹയിനെ പഠിപ്പിച്ചത് വഹയാണെന്ന് ബോധ്യം വന്നാൽ അതിനെ പിന്നെ അന്ധമായി അനുകരിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ട് ശരിയല്ല എന്ന് ഒരിക്കലും അതിനെ ചിന്തിക്കാൻ പാടില്ല. സഹിയായ ഹദീസ് ഒരിക്കലും നമ്മൾ തള്ളാൻ പാടില്ല. മനുഷ്യ ബുദ്ധിക്ക് നന്നായി തോന്നുന്നതൊക്കെ ചിലപ്പോൾ തിന്മയാകാം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് നന്നായി തോന്നുന്നത് നന്മയാണെന്നല്ല അള്ളാഹു പഠിപ്പിച്ചത്. ഖുർആനിലെ 3 സംഭവം
ഹാബീൽ ഖാബീലിന്റെ സംഭവം. ഹാബീൽ ഖാബീലിനെ വധിക്കുന്നു, ആദം നബിയുടെ മക്കൾ. ആ സമയത്ത് അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു എന്നാണ്. തന്റെ സഹോദരനെ കൊന്നുകളയലാണ് നല്ലത് എന്നാണ് ആ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉണ്ടായത്. പക്ഷേ ഫഅസ്ബഹ മിനൻ നാദിമീൻ, അവൻ ഖേദിച്ചു പോയി എന്നാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ സാമിരി എന്ന് പറയുന്നവൻ ഒരു മൂരിക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന തുടങ്ങിയെങ്കിൽ മൂസാ നബി തിരിഞ്ഞു വന്നപ്പോൾ നബിയോട് ആ മനുഷ്യൻ പറഞ്ഞത് കദാലിക സവ്വല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, എന്റെ ബുദ്ധിക്ക് അങ്ങനെ തോന്നി, അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി, ഞാനതങ്ങനെ ചെയ്തു എന്നാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മക്കൾ യൂസുഫ് നബി അലൈഹി സ്വലാം ഉൾപ്പെടെയുള്ളവരെ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത് സൂറത്ത് യൂസുഫിൽ 2 സ്ഥലത്ത് വായിക്കാം, ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സെന്തോ ഒന്ന് നല്ലതാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നത്, മനുഷ്യ ബുദ്ധിക്ക് തോന്നുന്നതൊക്കെ ശരിയാണെന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന പലതും കുതന്ത്രങ്ങളായേക്കാം, അത് തെറ്റായേക്കാം, അത് ശരിയാകാതെ വന്നേക്കാം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ വഹയൊരിക്കലും അത് പഴച്ചു പോവുകയില്ല. ഒരു കാര്യം അല്ലാഹുവിൽ നിന്നാണ് സ്ഥിരപ്പെട്ടാൽ അത് സത്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് താൽക്കാലികമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും അതുകൊണ്ടാണ് സലഫികളെ കുറിച്ച് പറയാറുള്ളത് അസ്സലഫ് യുഖദ്ദിമൂന അൻ-നഖ്ല അലൽ അഖ്ലി എന്നാണ്. നഖ്ലിനാണ് പ്രാധാന്യം നൽകുക. ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അഖ്ലിന് പിന്നെ അവിടെ അവർ സ്ഥാനം കാണിക്കുകയില്ല എന്നാണ്. ഇനി നോക്കൂ, ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, എന്തിനാ ഇപ്പൊ നമ്മള് സലഫികൾ എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ? ചില ആളുകൾ സാമാന്യവാദികൾ അങ്ങനെ ഉണ്ടാവും. ഇവിടെ മഹാന്മാർ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നെഹ്വുണ്ടായത്, നെഹ്വ് എന്ന് പറയുന്ന ഗ്രാമർ ഉണ്ടായത് ഖുർആനിനാണ്. ഖുർആനിൽ നെഹ്വ് തെറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് നെഹ്വ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഖുർആൻ തെറ്റി ഓതുന്ന പ്രവണത കണ്ടപ്പോഴാണ് അതല്ല ശരി, ഇങ്ങനെ ഒരു മാനദണ്ഡം ഇതിനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് നെഹ്വിന്റെ ഗ്രന്ഥം വരുന്നത് എന്നാണ്. ഖുർആൻ തെറ്റി ഓതിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ മുഅ്മിനീനെ, വിശ്വാസികളാകുന്ന ആളുകൾ ഖുർആനിനോടും ഹദീസിനോടും ചെയ്യുന്ന തെറ്റായ നമ്മൾ സലഫുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേവലം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, സലഫികളാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വേർതിരിക്കുന്നത് ഞങ്ങളുടെ സമീപനം ഖുർആനിനോടും ഹദീസിനോടും എന്താണ്. ഖുർആനിലൊരു കാര്യം പറഞ്ഞാൽ അതിനെ സഹാബികൾക്ക് എങ്ങനെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തോ അതുപോലെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് സലഫികൾ എന്ന് യുഖദ്ദിമൂന അൻ-നഖ്ല അലൽ അഖ്ൽ എന്ന ഒരു വിശദീകരണം പണ്ഡിതന്മാർ സലഫുകൾക്ക് നൽകിയിട്ടുള്ളത് എന്ന. കേവല ബുദ്ധിക്ക് യോജിക്കാത്തതിനാൽ ഒരു കാരണവശാലും പ്രമാണങ്ങൾ നമ്മൾ തള്ളാൻ പാടില്ല. നോക്കൂ, പ്രവാചകന്റെ ഒരു ഹദീസ് ഇമാം അബൂദാവൂദും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലൗ കാന ദീനു ബിർറഅയ്, ഒരു മനുഷ്യന്റെ അഭിപ്രായം അനുസരിച്ചാണ് ദീൻ വരുന്നതെങ്കിൽ ലകാന അസ്ഫലൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു, ഖുഫ തടയുമ്പോൾ ഖുഫയുടെ അടിഭാഗമായിരുന്നു തടയേണ്ടി വരിക. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫ ധരിച്ച് ആ ഖുഫയിൽ തടഞ്ഞത് മുകൾ ഭാഗത്താണ്. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്, മനുഷ്യരുടെ അഭിപ്രായവും മനുഷ്യരുടെ ചിന്തയുമാണ് ശരിയെങ്കിൽ ഖുഫ അടിഭാഗത്തായിരുന്നു. എന്നാൽ പ്രവാചകൻ ഖുഫ തടയാൻ പഠിപ്പിച്ചത് മുകൾ ഭാഗത്താണ്. കല്ലിനെ ചുംബിക്കുന്നത് നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തതാണ്. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ബിംബാരാധനയുടെ പ്രതീകമായിട്ട് തന്നെയല്ലേ മക്കയിൽ പോയാൽ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതും അതുമായി നിങ്ങൾ ചെയ്യുന്ന സമീപനവും? പക്ഷെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് തിരുത്തി ആ കല്ലിനോട് പറഞ്ഞു, ഇന്നി അഅലം അന്നക ഹജർ, നീ വെറും ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഒരൊറ്റ കാര്യമാണ്, ലൗല അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക മാ ഖബ്ബൽതുക, കല്ലേ ലാ തൻഫഉ വലാ തളർ, നീ ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല, എനിക്കറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുകയില്ല. അപ്പൊ എന്തിനാ കല്ലിനെ ചുംബിക്കുന്നത്? നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ചാൽ ഒന്നും ലഭിക്കുന്ന. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കാം. നോക്കൂ, അതുപോലെ തന്നെ സഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുക. അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ.
ഖുലഫാഉർ റാഷിദ് ഇവരാരും പ്രമാണങ്ങളെ യുക്തിയോടുകൂടെ അല്ല സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതൊരു വിഷയമാണെങ്കിലും ശരി, വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. മുൻകഴിഞ്ഞ സഹാബികള് അവര് സ്വർഗത്തിലാണ്, അവരോട് പിന്തുടർന്നവരും സ്വർഗത്തിലാണ്. സഹാബികൾ ആരും തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി തെളിഞ്ഞതിന്റെ ശേഷമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്രാവും മിഅ്റാജും വിശ്വസിച്ചത്. നബി പറഞ്ഞോ എങ്കിൽ വിശ്വസിച്ചു. അട്ടയെ നോക്കിയിട്ട് ഒരൊറ്റ സഹാബിയും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. വിമാനത്തിലേക്ക് പോകുമ്പോ നെഞ്ചത്തൊരു പേടിയും ഭയമൊക്കെ ഉണ്ടാവും. എഴുതിയിട്ട് ആരും തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ആരും ഇസ്ലാം സ്വീകരിച്ചത് അവരെയാണ് അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ. ആ സഹാബികൾ ഒന്നും തന്നെ തേനീച്ചയെ നോക്കിയിട്ടോ തേൻ നോക്കിയിട്ടോ തേനീച്ചയിൽ ആരൊക്കെ അമല് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടോ അല്ല പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത്, അല്ലെങ്കിൽ പ്രവാചകന്റെ വചനങ്ങൾ സ്വീകരിച്ചത്. ഖുർആൻ പറഞ്ഞു, അത് അന്ധമായിട്ട് തന്നെ സ്വീകരിച്ചു. കാരണം അവർക്കറിയാം ഖുർആനിൽ പിഴവ് സംഭവിക്കുകയില്ല, അത് വഹയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ മതി. അത് വിശ്വസിക്കാൻ പിന്നീട് ചരിത്രങ്ങളോ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ അതിനനുബന്ധമായ മറ്റെന്തെങ്കിലും വിധികളോ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു സഹാബികൾ. അവരോട് പിന്തുടരണം. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളായ അൻസാറുകളായ ആ സഹാബിമാർ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവർ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും പരലോകത്ത് താഴ്ഭാഗത്തിലൂടെ അരുവികളോട് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും ചിന്തിക്കുന്നതോ കണ്ടെത്തുന്നതോ ഒരിക്കലും ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതൊരിക്കലും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമല്ല. അത് മതം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, വഫി അൻഫുസികും അഫലാ തഅഖിലൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പൊ ചിന്തിക്കാൻ അല്ലാഹു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ചിന്തിക്കാം, കണ്ടെത്താം. പക്ഷേ അത് മാത്രമാണ് ശരി, അതിനെ യോജിക്കുന്ന പ്രമാണങ്ങളെ മാത്രമേ സ്വീകരിക്കൂ എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ്. നിങ്ങൾക്കറിയോ, ഈ അടുത്ത് ഒരു ലേഖനം വായിച്ചതിൽ എല്ലാറ്റിനെയും പരിഹസിക്കുന്ന ഒരു ലേഖനമാണ്. ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, താടി വെക്കുന്നത് സൗന്ദര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ താടി വെക്കുന്നത് സൗന്ദര്യമായിട്ടാണ് കണ്ടത്. മഹാനായ ഇബ്നു ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറയാ, തോന്നുന്നു താടിയിലെ മുടി എനിക്ക് അത്ര. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ താടിയെ തലയെപ്പോലാകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഹുക്മ് പറഞ്ഞു കൊടുത്തു. മനുഷ്യ ശരീരത്തിൽ പുറമെ കാണുന്ന മുടികൾ വളർത്താനും ഔറത്ത് മറച്ചതിന്റെ ശേഷം അകത്തു പോകുന്ന മുടിയൊക്കെ വടിച്ചു കളയാനാണ് ഇസ്ലാമിന്റെ ഹുക്മ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ മുഖം പുറത്തു കാണുന്നതാണ്. താടി ഉണ്ടായാൽ അത് വളർത്തണം. അത് നമുക്കിങ്ങനെ ആലോചിക്കുമ്പോ സൗന്ദര്യത്തിന് കുറവാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് നമുക്ക് തള്ളാൻ പാടില്ല. നോക്കൂ, നമ്മുടെ ചില സഹോദരന്മാർ വ്യാഖ്യാനിച്ച് സ്വന്തം യുക്തിക്ക് ഹദീസുകളെയും ആയത്തുകളെയും വ്യാഖ്യാനിക്കുകയും തന്റെ യുക്തിക്കനുസരിച്ച് അത് യോജിക്കുന്നില്ല എങ്കിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന പ്രവണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. മറ്റൊരുത്തൻ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, ഖുർആൻ അറബിയിൽ പറഞ്ഞ ആർക്കും മനസ്സിലാവൂല, അതുകൊണ്ട് മലയാളം അറിയുന്നവർക്കാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുക. ഇതാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി. അദ്ദേഹം എഴുതി, അത് പ്രചരിപ്പിച്ചു. എന്നിട്ട് ഖുർആനിന്റെ സത്വം എന്നും അതിന്റെ തത്വം എന്നൊക്കെ പറഞ്ഞ് കുറെ തഫ്സീറുകളും എഴുതി കുറെ സ്ത്രീകളെയും വെച്ച് അത് വിൽപ്പനക്ക് നടത്തുകയാണ് മറ്റൊരുത്തൻ. ഇങ്ങനെ ഈ സമീപനം തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിനെ സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ടെങ്കിലും അത് മനുഷ്യരുടെ ഭാഗത്ത് നിന്നുള്ള അതിന്റെ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ നമ്മളൊക്കെ അപകടത്തിൽ പെട്ടുപോകും. നമ്മൾ അറിയാതെ നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുമെന്ന് നാം കരുതിയിരിക്കണം. പ്രമാണങ്ങളിലുള്ളത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. നോക്കൂ, നിങ്ങൾ ഇത്തരക്കാരോട് പറയാൻ ഈ ഒരു ആയത്ത് മാത്രം നമുക്ക് മതി. ഫലാ വറബ്ബിക, അതിന്റെ ആശയം ഒന്ന് ആലോചിച്ച് നോക്കൂ. റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, ആരും തന്നെ വിശ്വാസികളാവുകയില്ല. അവരാരും ഹത്താ യുഹക്കിമൂക, താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ.
ഫീമാ ഷജറ ബൈനഹും, നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾ വരുന്ന കാര്യത്തിൽ. ഒരു കാര്യത്തിന് തർക്കം വരുമ്പോ അതിൽ പ്രവാചകൻ എന്ത് പറഞ്ഞു, അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് തീരുമാനിക്കുന്നത് വരെ, മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾക്ക് ഈമാനില്ല, നിങ്ങളാരും വിശ്വാസികളാവുകയില്ല എന്ന. എന്നിട്ടോ സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം, പിന്നെ അവരുടെ മനസ്സിലുണ്ടാവുകയില്ല ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ വിധിച്ചതിൽ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. താടി വെക്കാൻ പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അതെന്റെ സൗന്ദര്യത്തിന് കുറവാണെന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലെ പ്രയാസമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തുണി നെരിയാണിക്ക് മീതെ അത് ഉടുക്കുന്നത് ഈ നൂറ്റാണ്ടിന് യോജിച്ചതല്ല എന്ന ചിന്തയാണ് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ അള്ളാഹുവിനേക്കാൾ റസൂലിനേക്കാളൊക്കെ മഹാനാണ് എന്ന ഇബ്ലീസിന്റെ ചിന്തയാണ്, അല്ലെ? ഇബ്ലീസിന്റെ ചിന്തയാണ് അവിടെ. ഈ ആദമിനെ സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ ചിന്തയാണ് അവിടെ വളർത്തപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. ഒരു കാര്യം ഖുർആനിൽ സ്ഥിരപ്പെട്ടാൽ, ഹദീസിൽ സ്ഥിരപ്പെട്ടാൽ, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാൽ യാതൊരു ഹറജും മനസ്സിലുണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും പ്രയാസം എന്റെ യുക്തിക്കോ ബുദ്ധിക്കോ ശരിയാകുന്നില്ല എന്നതിന്റെ പേരിലുണ്ട് എങ്കിലും വയുസല്ലിമു തസ്ലീമ, അതിനങ്ങനെ തന്നെ അംഗീകരിക്കണം. നോക്കൂ ആ ഖുർആനിന്റെ ശൈലി, വയുസല്ലിമു തസ്ലീമ. സൂറത്തുൻ നിസായിലെ 65-ാമത്തെ വചനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആൻ തന്നെ പറയുന്നു സൂറത്തുൻ നിസായിൽ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെയും അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കാര്യകർത്താക്കളെയും അനുസരിക്കണം. വഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമായാൽ ഫറുദ്ദൂഹു, നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ, റസൂലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവിടെ ഉലുൽ അംറിലേക്ക് മടക്കേണ്ടതില്ല. ഉലുൽ അംറിനെ നിങ്ങൾ അനുസരിക്കണം. പക്ഷേ ദീനിയായ വിഷയത്തിൽ ഒരു തർക്കം വന്നാൽ അവിടെ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു എന്ന് നോക്കുക. ആ മൗലവി എന്തേ പറഞ്ഞത്, ഈ ഷെയ്ഖ് എന്തേ പറഞ്ഞത് നോക്കാൻ പാടില്ല. മറിച്ച് ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നോക്കണം. അനുസരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കണം. ആ വിഷയത്തിൽ 100% നമ്മൾ ജാഗ്രതയുണ്ടായിരിക്കണം. എന്നാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒരു വിഷയം വരുമ്പോൾ ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഏത് പണ്ഡിതൻ ആ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറഞ്ഞു എന്ന് നോക്കാൻ പാടില്ല. പ്രമാണം സ്ഥിരപ്പെട്ടാൽ അത് പിൻപറ്റണം. നോക്കൂ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു താബിഈൽ പ്രധാനപ്പെട്ട ഒരു താബിഈയാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഓടിക്കിതച്ചു വരികയുണ്ട്. എന്താണ് ഈ ഒരു അവസ്ഥയിൽ വന്നതെന്ന് അബൂ മൂസ അൽ അശ്അരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ വന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അദ്ദേഹം സമ്മതം ചോദിച്ചപ്പോ ഞാൻ എന്തോ കാരണത്താൽ വൈകിപ്പോയി. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. എന്റെ വീട്ടിലേക്ക് പ്രവേശം കിട്ടാതെ മഹാനായ ഉമർ ഖത്താബ് ഖലീഫ മടങ്ങിപ്പോയത് അത് വല്ലാത്തൊരു വിഷമുണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പേടിച്ചു, ആകെ പ്രശ്നമായി എന്ന് പറഞ്ഞപ്പോ വിഷയം വിളിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചർച്ച ചെയ്യാൻ. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വലിയ കാര്യമാക്കിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കൂ, പ്രമാണം സ്ഥിരപ്പെട്ട പിന്നെ അങ്ങനെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദസ്തഅദന അഹദുക്കും സലാസ, നിങ്ങളിൽ ഒരാൾ 3 തവണ സമ്മതം ചോദിച്ചാൽ ഫലം യുഅദൻ ലഹു, അവന് സമ്മതം ലഭിച്ചില്ല എങ്കിൽ ഫൽയർജി, അവൻ മടങ്ങിപ്പോട്ടെ. ഇത് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ അബൂ മൂസ അൽ അശ്അരിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടല്ല ഞാൻ മടങ്ങിയത്. അത് പ്രവാചകന്റെ ഒരു വചനമാണ്. പ്രവാചകൻ 3 പ്രാവശ്യം ഒരു വീട്ടിൽ കയറാൻ സമ്മതം ചോദിച്ചിട്ട് സമ്മതം കിട്ടി മടങ്ങിപ്പോകണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയത് എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഹദീസ് നോക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചുരുങ്ങിയ സമയമാണ്, ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഹദീസ് സഹീഹാണോ ലഈഫാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നതുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഈ ഹദീസ് ഇത്ര അധികം കള്ള ഹദീസുകൾ, ലഈഫായ ഹദീസുകളൊക്കെ പ്രചരിക്കാനുള്ള കാരണം? അത് ആലോചിച്ച പോരെ. എന്താണ് ഇത്രയധികം കള്ള ഹദീസുകൾ പ്രചരിക്കാണ്ടായ കാരണം? എല്ലാവർക്കും അറിയാം, മുഅ്മിനീങ്ങൾ പ്രമാണം അംഗീകരിക്കുന്നവരാണ് എന്നറിയാം. ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ വിശ്വാസികളുടെ മാതൃകയും അവരുടെ ചരിത്രവും അതാണ്, അതവർ അന്ധമായി സ്വീകരിക്കും. അതുകൊണ്ടാണ് കള്ള ഹദീസുകൾ ഇത്ര കൂടുതൽ പ്രചരിക്കാൻ തന്നെ കാരണമെന്നാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഇത് പഴയ കാലത്തുള്ള ആളുകൾക്ക് വരെ ബോധ്യമുണ്ടായിരുന്നു. പ്രമാണങ്ങൾ സ്വീകരിക്കും, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ാണ് എന്ന ബോധ്യം പഴയ കാലത്തുള്ള
ബത്തക്ക കച്ചവടക്കാരനിലെ തണ്ണിമത്തൻ തിന്നാൽ സ്വർഗത്തിൽ കടന്നു എന്ന് വരെ അവനെ ഹദീസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ഹദീസിനോട് ജനങ്ങളുടെ സമീപനം എന്തെന്ന് അന്നത്തെ ഒരു തണ്ണിമത്ത കച്ചവടക്കാരന് പോലും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മൾ പറയുന്നു നമ്മുടെ യുക്തിക്ക് യോജിക്കാത്ത ഒരുപാട് ഹദീസുകളുണ്ട്, അത് സ്ഥിരപ്പെട്ടാലും സഹിയായാലും അത് തള്ളണമെന്ന് പറയുമ്പോൾ ഇതിനോടുള്ള സമീപനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹദീസിന്റെ ഉസൂലുകൾ പഠിക്കാൻ ധാരാളം അവസരം നമുക്കുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ അവരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരൊറ്റ ഹദീസിന്റെ സനദിന് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത ഇമാം ബുഖാരിയെ പോലെയുള്ളവരുടെ ചരിത്രം നമുക്കറിയാം. കാരണം അതും ഗൗരവമായി അവർ സ്വീകരിച്ചു. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ ഇരിപ്പിടം അന്വേഷിക്കട്ടെ എന്ന പ്രവാചകന്റെ ഹദീസായിരുന്നു അതിന് പ്രേരിപ്പിച്ചിരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നമുക്കറിയാം. ഇമാം നാസറുദ്ദീൻ അൽബാനി എന്ന പേരിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. സിൽസിലത്തുൽ അഹാദീസ് അസ്സഹിഹ, സിൽസില അൽ അഹാദീസ് ദഈഫ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹിഹായ ഹദീസിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്, ദഈഫായ ഹദീസുകളെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. മുസ്തലഹാത്തുൽ ഹദീസിൽ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. മർഫൂഅ്, മുത്തസില്, മുൻഫസില്, ദഈഫ്, സഹീഹ് തുടങ്ങിയ ധാരാളക്കണക്കിന് 46-ലധികം ഹദീസിന്റെ ഇസ്തിലാഹാത്തുകളെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് കള്ള ഹദീസുകളെ വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ ഹദീസുകൾ സഹിയാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിലെ വിഷയം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതെന്റെ സൗന്ദര്യബോധത്തിനെതിരാണ്, അതല്ലെങ്കിൽ അത് ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ നമുക്ക് യാതൊരു പ്രമാണവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബോധ്യപ്പെട്ടാൽ നമ്മൾ പറയുക ഖുൽ ഹാദിഹി സബീലി അദ്ഉ വമനിത്തബഅനി. അതാണ് പ്രവാചകനോടല്ല പറഞ്ഞത്. ഖുൽ പ്രഖ്യാപിക്കുക, ഹാദിഹി സബീലി ഇതെന്റെ മാർഗമാണ്, അതിന് മടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സലഫിയാണ്, എന്റെ മാർഗം സലഫികളുടെ മാർഗമാണ്. ഖുർആനിനെയും ഹദീസിനെയും പ്രമാണങ്ങളെയും ഞാൻ സമീപിക്കുന്ന വിഷയത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും മാർഗം തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് പറയാൻ ഒരു മടി കാണിക്കേണ്ടതില്ല. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ. ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ്. ഏതെങ്കിലും ഊഹം പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ തെളിവുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് പ്രവാചകനോട് പറയാൻ വേണ്ടി പ്രഖ്യാപിച്ചത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. നിങ്ങൾ ഉത്തമമായ ഒരു സമൂഹമായി വരുന്നത് എന്തിനാ? ഖിബല മാറ്റത്തിന്റെ സമയത്ത്, ഖിബല മാറ്റിയ സമയത്ത് ചില ആളുകളൊക്കെ പഴച്ചു പോയപ്പോ അള്ളാഹു ആയത്തിറക്കുകയാണ്. വമാ ജഅൽനൽ ഖിബലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മയ്യത. ആരാണ് റസൂലിനെ പിൻപറ്റുന്നവൻ, എന്ന് കണ്ടുപിടിക്കാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഖിബല മാറ്റം ഉണ്ടാക്കിയതെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വ്യക്തമാക്കുകയാണ്. ചിലരൊക്കെ പറഞ്ഞു മുഹമ്മദിന് തോന്നുമ്പോ ആ ബൈത്തുൽ മുഖദ്ദസിലേക്കും മുഹമ്മദിന് തോന്നുമ്പോ മസ്ജിദുൽ ഹറാമിലേക്കും തിരിയാനുള്ളവരല്ല ഞങ്ങളെന്ന് ഒരു തോന്നലുണ്ടായപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. എന്തിന്? ഇത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ നമുക്കറിയേണ്ടത് ആരാണ് പ്രവാചകനെ പിൻപറ്റാൻ തയ്യാറുള്ളവർ, ആരാണ് പ്രമാണങ്ങൾക്ക് അനുസരിച്ച രൂപത്തിൽ അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആ പ്രമാണങ്ങളോട് സമീപിക്കാൻ തയ്യാറുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വിചാരം നടത്തണം. ഏതെങ്കിലും അങ്കലാപ്പിലോ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിച്ച് ദൂരീകരിക്കൽ നമുക്ക് ആവശ്യമാണ് എന്ന ബോധമെങ്കിലും ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിക്കുകയാണ്. പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രമാണങ്ങളോടുള്ള സമീപവും ഒക്കെ ശരിയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. കണിശത അത് മറ്റുള്ളവരോട് പറയലിൽ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന പ്രമാണങ്ങളെയാണ് വാർത്തെടുത്തത് എന്ന് നമുക്കറിയാം. പ്രവാചകന്റെ പ്രിയപത്നി ആയിഷാ ബീവിയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ, ആയിഷാ ബീവിയോട് പ്രവാചകന്റെ സ്വഭാവം ചോദിച്ചപ്പോൾ ആയിഷാ ബീവി പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ്. നോക്കൂ, സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവിനെ പറ്റി ഒരു പ്രമാണമായിരുന്നു എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചെങ്കിൽ, ധൈര്യം കാണിച്ചെങ്കിൽ, സംശയിച്ചില്ല എങ്കിൽ നമ്മൾ അവിടേക്ക് എത്തണം. നമ്മുടെ സ്വഭാവം 100% പ്രമാണങ്ങളിലേക്ക് മടക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിശുദ്ധി, അതുപോലെ തന്നെ വ്യക്തി വിശുദ്ധി, കുടുംബ ജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം, മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്നത് പോലും അതും പ്രമാണാടിസ്ഥാനത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ പറഞ്ഞത് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നല്ല കാര്യം ഒന്നും നിഷേധിക്കണ്ട, കാണേണ്ടതില്ല. വലൗ അൻ തൽഖാ അഖാക
പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ സഹോദരനെ സമീപിക്കുന്നത് വരെ പുണ്യമാണ്. അതുകൊണ്ട് പുണ്യങ്ങളെല്ലാം പ്രമാണബദ്ധിതമായി നമ്മൾ നോക്കുമ്പോൾ പുണ്യമാണെന്ന് ബോധ്യപ്പെട്ടതൊക്കെ ചെയ്യാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവട സ്ഥലത്തും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ പ്രബോധന ശൈലിയിലുമൊക്കെ ആ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കണിശത പോലും നമുക്കുണ്ടാവണം. അങ്ങനെ 100% പ്രമാണബദ്ധിതമായ ഒരു ജീവിതത്തിലേക്ക് നാം എത്തണമെന്ന് മാത്രം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ എന്നോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.